അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഉറുമ്പിൻ്റെയും പ്രാവിൻ്റെയും കഥയാണ്. പണ്ടൊരു കാട്ടിൽ പുഴയുടെ തീരത്തായി വലിയൊരു മരത്തിനു മുകളിൽ പ്രാവും ഉറുമ്പും താമസിച്ചിരുന്നു. അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറുമ്പ് പറഞ്ഞു, മഴക്കാലം വരാറായില്ലേ, ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചു വയ്ക്കട്ടെ. പ്രാവ് പറഞ്ഞു, നീ പോയി വാ, ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഉറുമ്പ് സാവധാനം പോവുകയായിരുന്നു. പെട്ടെന്നതാ ശക്തമായൊരു കാറ്റ് വീശി. ഉറുമ്പ് വെള്ളത്തിലേക്ക് വീണു. ഉറുമ്പ് അയ്യോ, ഞാൻ ഒഴുക്കിൽപ്പെട്ടല്ലോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, ഉറുമ്പ് വിളിച്ചു കൂവി. പ്രാവ് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ചുറ്റിലും നോക്കി. മരത്തിന് മുകളിൽ നിന്ന് ഇല ഇട്ടുകൊടുത്തു. ഉറുമ്പിൻ്റെ അടുത്തേക്ക് ഇട്ടുകൊടുത്തു. ഉറുമ്പ് അതിൽ കയറി രക്ഷപ്പെട്ടു. ഉറുമ്പ് പ്രാവിനോട് കുറേ നന്ദി പറഞ്ഞു. അങ്ങനെ കാലം കടന്നു പോയി. ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി. അയാൾക്ക് അന്നേ ദിവസം വേട്ടയാടാൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ മുന്നോട്ട് നീങ്ങി. പുഴയുടെ തീരത്തായി വലിയൊരു മരത്തിൽ പ്രാവ് ഉറങ്ങുന്ന അയാൾ കണ്ടു. അയാൾ പ്രാവിനെ നേരെ ഉന്നം വെച്ചു. അപ്പോഴാണ് നമ്മളെ ഉറുമ്പ് ഈ കാഴ്ച കാണുന്നു. ഹോ, എൻ്റെ സുഹൃത്ത് അപകടത്തിലാണല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാം. ഉറുമ്പ് അയാളുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. അയാളുടെ കാലിൽ ഒരു കടി വെച്ചു കൊടുത്തു. വേടൻ്റെ ഉന്നം തെറ്റി. എന്തോ ഒരു ശബ്ദം കേട്ട് പ്രാവ് ഞെട്ടി ഉണർന്നു. പ്രാവ് ഉറുമ്പിനോട് കുറേ നന്ദി പറഞ്ഞു. ഈ കഥയിൽ പ്രാവും ഉറുമ്പും ആ കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥയിൽ നമുക്ക് എന്തു മനസ്സിലായി? ആപത്ത് വരുമ്പോൾ ആരെങ്കിലും സഹായിച്ചാൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവും?